ഭക്തി എന്നാൽ എന്ത്, ഭക്തി യോഗം എന്നാൽ എന്ത്, ഇഷ്ടദേവത, ക്രിയായോഗവും ഭക്തിയും തമ്മിലുള്ള അതായത് ക്രിയായോഗയും ഭക്തിയെല്ലാം ഒരേ സാധനം തന്നെ അല്ല. ഒരു സാധനം. അതായത് ഈ ഭക്തി എന്ന് പറയുന്ന മീനിങ് എന്താണ്? ഈ പൂർണ്ണത പ്രാപിച്ചവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വികാരത്തിനാണ് ഭക്തി എന്ന് പറയുന്നത്. അപൂർണതയുള്ളവന് ഒരിക്കലും ഭക്തി ഉണ്ടാവില്ല. അവരുടെ ഭക്തിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വ്യാപാര ഭക്തി എന്ന് പറയുന്നത്. പൂർണ്ണത പ്രാപിച്ചവൻ്റെ ഭക്തി എന്ന് പറയുന്നത് പ്രേമമാണ്, അൻപേശിവം എന്ന് പറയും, ലവാണ്. ആ പൂർണ്ണത വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഭക്തി, കാരണം ഈശ്വരനും അവനെ വിട്ട് പിരിയുന്നേയില്ല, രണ്ടുപേരും പരസ്പരമാണ്. അങ്ങനെ വരുന്ന സമയം ആ ഈശ്വരൻ കാരണം ഈ പ്രേമിക്കുന്നവനും പ്രേമിക്കപ്പെടുന്ന വസ്തുവിനും രണ്ടിനും വ്യത്യാസമില്ലാതെ അവരുടെ വികാരങ്ങളെ തമ്മിൽ പങ്കുവയ്ക്കുന്നതാണ് യഥാർത്ഥ ഭക്തി. ആ ഭക്തി അത്രത്തോളം എക്സ്പാൻഷൻ ആകുന്നു. ആ എക്സ്പാൻഷനാണ് ഇവിടെ കാണുന്ന മീരയായാലും ശരി, ചൈതന്യ മഹാപ്രഭു ആയാലും ശരി, യേശുദേവനായാലും ശരി, ആരായാലും ശരി, അവരെല്ലാവരും ഈ ഒരു ലെവൽ കൂടിയാണ് ആ ഭക്തിയെ ഫാം ചെയ്തെടുത്തത്. കാരണം ഭക്തി യോഗയുടെ ക്ലൈമാക്സാണ്. യോഗ വന്നിട്ട് എന്താണ്? നിങ്ങളുടെ ഭക്തിയിലേക്ക് കൊണ്ടുവരുന്ന ആദ്യത്തെ പടവ് മാത്രമാണ്. നിങ്ങളുടെ ബ്രെയിൻ പൂർണ്ണമായിട്ട് എക്സ്പാൻഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ 100% ഭക്തിയാണ്. ആ ഭക്തി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, കാരണം എന്നിലും നിങ്ങളിലും വ്യത്യാസമില്ലല്ല. അപ്പം ഞാൻ എപ്പോഴും നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അവളത് ഈശ്വരീയമാണ്. കാരണം നിങ്ങളെ എടുത്താലും ശരി, ഇപ്പം കാണാത്ത ഒരു ഈശ്വരനെ എടുത്താലും ശരി, ആരെ എടുത്താലും ശരി, ആ പ്രേമം മാത്രമേ അവിടെ ഉള്ളൂ. അതാണ് ഭക്തി എന്ന് പറയുന്നത്. ഗുരുജി, പലപ്പോഴും നമ്മൾ ഈ ആളുകളെ കാണുമ്പോഴേ അവർ ഒരു അമ്പലത്തിൽ പോയോ പള്ളിയിൽ പോയോ പ്രാർത്ഥിച്ചിട്ട് ആ കാര്യം നടന്നില്ലെങ്കിൽ അപ്പം ദൈവത്തിന് ചീത്ത വിളിയാണ്. അതായത് എൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു കാര്യം പോലെയാണ് ഭക്തിനെ വിചാരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടും. അതായത് ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഏത് രീതിയിൽ നിങ്ങൾ പ്രാർത്ഥന ചെയ്താലും, അപ്പോൾ ഒരു ഉദാഹരണം, ഞാൻ കുറേ നേരം പ്രാർത്ഥിക്കുന്നു, എനിക്കൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് വന്നിട്ട് ദൈവം തന്നതല്ല. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ പ്രാണൻ എന്ന് പറയുന്ന കുണ്ടലിനി എന്ന് പറഞ്ഞ ശക്തിയുടെ ചലനം കൊണ്ടാണ് നിങ്ങൾക്കത് സംഭവിച്ചത്. അതായത് ഭാവം വിഭാവമായിട്ട് മാറും, അതല്ലേ ഭാവന വിഭാവനയായിട്ട് മാറും എന്നൊരു നിയമമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം, സ്വപ്നം കാണുക. നിങ്ങളുടെ ഒരു സ്വപ്നം മനഃപൂർവ്വമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ സ്വപ്നം ഒരു ദിവസം യാഥാർത്ഥ്യമാകും. എന്നാൽ സ്വപ്നമായിരിക്കണം. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നത്തിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പഠിക്കണം. കാരണം നമ്മളെല്ലാം സ്വപ്നം കാണണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം, ഞാൻ കോടീശ്വരനാണ് എന്ന് പറയുന്നത് ഞാൻ കർണാടകത്തിൽ ഒരു ദിവസം കോടീശ്വരനാകും, രണ്ടാമത്തെ ദിവസം കൊണ്ട് അതിനടുത്ത് കളയും. അത് ഒരിക്കലും കോടീശ്വരനാകില്ല. ഈ കോടീശ്വരനാകുന്നവരേക്കും സ്വപ്നം കാണണം. അത് എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം, അതായത് കുണ്ടലിനി എന്ന് പറഞ്ഞ എനർജി, അതെന്ത് പേര് വേണമെങ്കിൽ ഇടാം, ആ എനർജി അവിടെ നിന്ന് ഉണരാൻ തുടങ്ങും. നിങ്ങളുടെ ഏത് ഭാവത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നു ആ ഭാവത്തിനെ എക്സ്പാൻഷൻ ചെയ്യാൻ വേണ്ടി അത് വർക്കൗട്ട് ചെയ്യും. തീർച്ചയായും നിങ്ങൾക്ക് കോടീശ്വരനാകാൻ സാധിക്കും. അതുകൊണ്ടാണ് അബ്ദുൽ കലാം എപ്പോഴും പറയും, നിങ്ങളുടെ സ്വപ്നം കാണാൻ പറയും. സ്വപ്നം കാണുന്നത് നമ്മൾ പ്രവർത്തിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിനെ മാക്സിമം എക്സ്പാൻഷൻ ചെയ്യാനാണ് സ്വപ്നത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഫോർമേഷൻ കൊടുക്കും. അതാ അത് സൂഫികളുടെ ഒരു മെഡിറ്റേഷൻ കൂടെയാണ്. കാരണം അവരെപ്പോഴും ഒരു സ്വപ്നം കാണും. എന്നാൽ സ്വപ്നത്തിനെ അങ്ങറ്റം അവർ എക്സ്പാൻഷൻ ചെയ്ത് അത് അറ്റൈൻ ചെയ്യുകയും ചെയ്യും. അത് നമുക്ക് സാധിക്കും, അത് എല്ലാവർക്കും സാധിക്കും. ക്രിയായോഗ ചെയ്തവർ മരണശേഷം എന്താണ് അവരുടെ അവസ്ഥ? ക്രിയായോഗയിൽ മരണശേഷം നിങ്ങളിപ്പം ജീവിച്ചിരിക്കുന്ന അതേ അവസ്ഥ തന്നെ അപ്പോഴും ഉള്ളത്. ഇപ്പം ശരീരത്തോടിരിക്കുന്നു, അന്ന് ഈ ശരീരമല്ല വേറൊരു ശരീരത്തിൻ്റെ ഭാവം, എന്നാൽ സൂക്ഷ്മമോ കാരണമോ ഒരു ശരീരത്തിൻ്റെ ഭാവത്തിലിരിക്കും. അപ്പോഴിരിക്കുമ്പോഴും ഇതേ ടെൻഡൻസി തന്നെ അപ്പോഴും ഉള്ളത്. ഇതേ ടെൻഡൻസി നിങ്ങൾ ക്രിയ ചെയ്യുന്നു, നിങ്ങൾ വീണ്ടും ആ മെഡിറ്റേഷനിൽ നിങ്ങൾ എപ്പോഴും ഇരിക്കുന്നു, ആ ടെൻഡൻസിയിലിരിക്കും. ഇപ്പോൾ നിങ്ങളെ വന്നിട്ട് നാളെ ഞാൻ ദേവതയാക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളെപ്പോഴും ഞാൻ ദേവതയാക്കും എങ്ങനെയാണ്? കാരണം നിങ്ങൾക്ക് ഈ ക്വാളിറ്റി ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ദേവതയാക്കുന്നത്. അതെ, ക്വാളിറ്റി ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ പിശാചല്ലേ ആക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഈ ക്വാളിറ്റി ഫോം ചെയ്യാൻ വേണ്ടി ക്വാളിറ്റി നാച്ചുറലായിട്ട് ഈ സാധന, അത് ക്രിയായോഗം മാത്രമല്ല, ഭക്തിയോഗത്തിൽ ഇരുന്നാലും ശരി, മറ്റുള്ള എനി യോഗയിൽ നിങ്ങൾ ഇരുന്നാലും ഇതിനെ കണ്ടിന്യൂസായിട്ട് തന്നെ അടുത്ത പ്രോസസ്സിലേക്ക് നിങ്ങൾ വരുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ മരണം എന്ന് പറഞ്ഞ ഒരു സാധനം പേടിക്കാനുള്ള ഒരു സാധനമേ അല്ല.
മരണം ഒരിക്കലും പേടിക്കാനുള്ളതല്ല. മരണം വീണ്ടും അടുത്ത സന്തോഷമായിട്ടും അടുത്തൊരു ചാപ്റ്ററിലേക്ക് പോകാനുള്ള ഒരു വസ്തുവാണ്. അതിന് നമ്മൾ മാക്സിമം നമ്മൾ മാടി വിളിക്കാൻ പഠിക്കണം. അത് നമ്മുടെ ഈ യോഗയുടെ പ്രാക്ടീസ് കൂടി മാത്രമേ സാധിക്കുള്ളൂ. നമ്മുടെ ഓരോ മെഡിറ്റേഷനും അതിൽ കൂടിയാണ് സാധിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചിരിക്കുമ്പോഴേ നമ്മൾ മരിച്ചവരാണ്. ജനിച്ചിരിക്കുമ്പോഴേ മരിച്ചവർ. എന്തുകൊണ്ടാണ് നമ്മൾ ജനിക്കുമ്പോഴേ മരിച്ചവരെന്ന് പറയാൻ കാരണം നമുക്ക് ഒരു ആഗ്രഹവുമില്ല, നമുക്ക് ഒരു ഫീലിങ്സും ഇല്ല, നമുക്കൊരു ദുഃഖവുമില്ല. പിന്നെ നമ്മളിപ്പോൾ മരിച്ചതിന് തുല്യമല്ലേ. അപ്പോൾ നമുക്ക് ഈ ഫീലിങ്സ് ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ജനിക്കാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഫീലിങ്സ് ഇല്ലെങ്കിൽ നമുക്ക് ജനിക്കേണ്ട ആവശ്യമില്ല, മരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആരുടെ ഇവിടെ മരിച്ചുപോയി. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ എത്തിയ ഒരു ആത്മാവിന് അവിടെ നിങ്ങളുടെ മരിച്ചാലെന്ത് ജീവിച്ചിട്ടാണെന്ത് രണ്ടും ഒരുപോലെയാണ്. ഒരിക്കലും നിങ്ങൾക്ക് അതിന്ന് വേറെ പ്രശ്നങ്ങളായിട്ട് ഒന്നും വരുന്നില്ല. അങ്ങനെയെങ്കിൽ മുൻ ജന്മങ്ങളിൽ നമ്മൾ ക്രിയായോഗ തുടങ്ങി വെച്ചവരോ അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് നിർത്തിപ്പോയവരോ ആയിരിക്കും ഈ ജന്മത്തിൽ ക്രിയായോഗ. അതൊക്കെ വരും വരും അങ്ങനെയാണ്. അല്ലെങ്കിൽ ആ ആൾ വരും, അല്ലെങ്കിൽ അതേ ആളിൻ്റെ ഇപ്പം ബാബാജിയുടെ നിയോഗത്തിൽ കൂടിയാണല്ലോ ആൾക്കാർ വരുന്നത്. അതെ. ഇപ്പം ഈ ജന്മത്തിൽ ഞാൻ വന്നിരിക്കും, അടുത്ത ജന്മത്തിൽ ബാബാജി ഒരാളിനെ നിയോഗിച്ച് നിങ്ങൾക്ക് വിടും. അതുകൊണ്ടാണല്ലോ ബാബാജി നേരത്തെ ഒരു സൈൻ ചെയ്തത്, ഞാൻ ഒരിക്കലും മരിക്കുന്നില്ല, ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ക്രിയായോഗികൾക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് നാഥനില്ല എന്ന് നിങ്ങളുടെ ഫീൽ ചെയ്യണ്ട. ഇവിടെ നാഥൻ എപ്പോഴും ഉണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള നാഥൻ ഇവിടെ ഇരിക്കുകയില്ലേ. അപ്പോൾ അവിടെ പേടിക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓക്കെ, നമ്മൾ രക്ഷപ്പെട്ടു. കാരണം ഇവിടെ ഒരു വിശേഷം എന്ന് പറയുന്നത് ഗുരു പരമ്പര ഒരിക്കലും ഇവിടെ നഷ്ടപ്പെടുന്നില്ല. മറ്റതെല്ലാം നമുക്ക് നശിക്കുകയാണ് ചെയ്യുന്നത്, ഗുരുപരമ്പര നശിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ശങ്കരാചാര്യർക്ക് ശേഷം ആരെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൊണ്ട്. എന്നാൽ ഇന്ന് ബാബാജിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അന്നുമുണ്ട് ബാബാജി, ഇന്നുമുണ്ട് ബാബാജി, നാളെയും ഉണ്ട്. ഇവിടെ നഷ്ടപ്പെടുന്നില്ല, നശിക്കുന്നില്ല. അതുകൊണ്ടാണ് തമിഴിലൊരു വാക്കുണ്ട്, ശത്തവനുവനും ഒരുവനും ഗുരുവല്ലേ. മരിച്ചവനാരും ഗുരുവല്ല എന്നാണ്. ജീവിച്ചിരിക്കുന്നവനാണ് യഥാർത്ഥ ഗുരു. ജീവിക്കുക എന്ന് പറഞ്ഞാൽ ചിരഞ്ജീവിയായിരിക്കണം. അവൻ ഇന്നും നാളെയും മറ്റന്നാളും എന്നും അവൻ ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ ഗുരു. കാരണം എന്താണ്? ഞാൻ വന്നിട്ട് പൂർണ്ണത പ്രാപിക്കുന്നവരേക്ക് നീ ഉണ്ടായിരിക്കണം. ആ യേശുവിൻ്റെ പിന്നെ മുൻ ജന്മത്തിൽ എങ്ങനെയായിരുന്നു അതേ സംബന്ധം ഇവിടെയും യേശുവിനെ പറയുന്നുണ്ട്, അന്ന് നീ എൻ്റെ ശിഷ്യനായിരുന്നു, ഇന്ന് നീ എൻ്റെ ഗുരുവായി. യോഹന്നാൻ പറയുന്ന കാര്യം അതല്ലേ. ദീക്ഷ വായിക്കുന്ന സമയത്ത്, ജ്ഞാനസ്നാനം വായിക്കുന്ന സമയത്ത് യേശുവിന് ജ്ഞാനസ്നാനത്തിൻ്റെ ആവശ്യമില്ല. എന്തിനാണ് വാങ്ങിച്ചത്? ആ പാരമ്പര്യം നിലനിൽക്കാനാണ് വാങ്ങിച്ചത്. അതുകൊണ്ട് ഇവിടെ പാരമ്പര്യം ഉള്ള കാലം വരേക്ക് ഇത് നഷ്ടപ്പെടുകയില്ല. ഇന്ന് വന്നിട്ട് എത്രയോ ആൾക്കാർ ക്രിസ്ത്യനിൽ നിന്ന് വേറെ മതങ്ങളിൽ മാറാം, അവരിന്ന് തിരിച്ചു വരാം. എന്ത് വന്നാലും ഈ സമൂഹം ഒരിക്കലും എപ്പോഴും നശിക്കില്ല, നിലനിൽക്കും. അതുപോലെ തന്നെ ഈ ഗുരുപരമ്പര എന്ന് പറയുന്ന സമൂഹം എപ്പോഴും നിലനിൽക്കും. അത് ബൈബിൾ എടുത്താലും ശരി, ഖുറാൻ എടുത്താലും ശരി, ഹിന്ദു മതത്തിൽ ഒരിക്കുന്ന ഏത് തത്വങ്ങളെടുത്താലും ശരി തന്നെ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവരാരും മരിക്കുന്നില്ല. മരിക്കാത്തതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. ഇവിടെ ചലനങ്ങൾ മാത്രമേ ഉള്ളൂ. നാച്ചുറൽ ചലിക്കും പോവും, അത്രയേ ഉള്ളൂ. സ്വാമി ബ്രഹ്മാനന്ദഗിരിയും കാളിദേവിയും തമ്മിലുള്ള ബന്ധം അത് കാളിദേവി വന്നിട്ട് ഇതിപ്പോൾ യുഗങ്ങളായിട്ട് അച്ഛനും അമ്മയും മോനും ഉള്ള ബന്ധം എന്തെന്ന് ചോദിച്ചതുപോലെ കഥയാണ് ഈ കഥ. അച്ഛനും അമ്മയും മക്കളെന്നുള്ള ബന്ധമാണെന്ന് ചോദിച്ചാൽ വല്ല അർത്ഥമുണ്ടോ? കാരണം ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ അമ്മയും എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ എവിടെ പോയാലും എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ അച്ഛനും എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ രണ്ടുപേരും എൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നമില്ല. അപ്പോൾ അത് കണ്ടാലും കണ്ടില്ലെങ്കിലും ഇത് സംഭവിക്കുകയില്ലേ. ഒരു ആത്മാവിൻ ഭൂമിയിലേക്ക് വരുന്ന സമയം, പരബ്രഹ്മത്തിൽ നിന്ന് ഒരു ആത്മാവ് അടർന്ന് വീഴുന്ന സമയം, അതിൻ്റെ കൂടെ എന്ത് സംഭവിച്ചു? അടർന്ന് വീഴാനുള്ള കാരണക്കാരും കൂടെ വരുന്നു. അത് നിങ്ങൾക്കായാലും ശരി, എനിക്കായാലും എല്ലാവർക്കും ഉള്ളതാണത്. ഇപ്പം നിങ്ങളുടെ അറിയുന്നില്ല, ഞാൻ അറിഞ്ഞു, അത്രയേ ഉള്ളൂ വ്യത്യാസം. എന്നാണ് ആദ്യത്തെ അനുഭവം? എന്തായിരുന്നു ആദ്യത്തെ അനുഭവം? ആദ്യത്തെ അനുഭവം വേറെ ഒന്നുമില്ല. എനിക്ക് 2.5 വയസ്സിൽ എനിക്ക് ഈ ദേവി എനിക്ക് കൂടെ വരുന്നത് എനിക്കറിയാം. കാരണം എനിക്കൊരു കൂട്ടുകാരിയായിട്ട് അവർ വരുന്നു.
മാതൃസ്ഥാനമായിരിക്കുന്ന അമ്മ എനിക്ക് കൂട്ടുകാരിയായിട്ട് അപ്പോഴും വരുന്നു. പിന്നെ അത് ഡെവലപ്പായ എൻ്റെ ഏജിനനുസരിച്ച് അവർ വളർന്നുകൊണ്ടിരുന്നു, ഞാനും വളർന്നുകൊണ്ടിരുന്നു. ഇന്നും എനിക്ക് അവരെ കൂടെ ഉണ്ട്, എന്നുമുണ്ട്. കാരണം ഈ ജന്മം കൊണ്ടല്ല, എത്രയോ ജന്മങ്ങൾ കൊണ്ട് നമ്മളുടെ വരമാണ്. അത് ആർക്കും വന്നിട്ട് അത് ഇപ്പം ഇതൊരു വലിയ അതിശയങ്ങളൊന്നുമില്ല. കാരണം നിങ്ങൾക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. കാരണം നിങ്ങൾക്ക് ഉള്ളത് എന്ത് ചെയ്യുന്നു, അപ്രത്യക്ഷമായി നിൽക്കുന്നു, എനിക്ക് പ്രത്യക്ഷമായി. അത്രയേ ഉള്ളൂ വ്യത്യാസം. എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ പരമ്പൊരുൾ അങ്ങനെയാണല്ലോ. കാരണം ഈശ്വരൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ സൃഷ്ടിക്കപ്പെടുന്ന സമയത്ത് ആ മായ എൻ്റെ കൂടെ വരുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത്. കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞ വാക്കും അതാണ്, ഞാൻ മായയിലാൽ സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ്. അപ്പോൾ കൃഷ്ണൻ്റെ ജന്മത്തോടു കൂടി കൃഷ്ണൻ്റെ മായയും കൂടെ വരികയാണ്. അത് കൃഷ്ണന് മാത്രമല്ല സംഭവിച്ചത്, അർജുനനും അതേനെ സംഭവിച്ചത്, നിങ്ങൾക്കും അതേനെ സംഭവിച്ചത്, എനിക്കും അതേനെ സംഭവിച്ചത്.